വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇത് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ നിങ്ങളുടെ മാത്സ് എക്സാം ആണ് അല്ലെ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അനു മിസ്സും ഞാനും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾ മിസ്സാക്കരുത് എന്ന് പറയാനുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ഒക്ടോബർ മാസത്തെ കലണ്ടർ താഴെ കൊടുത്തിരിക്കുന്നു. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കുക. A part of the calendar for the month of October 2023 is given below. Complete the missing dates in the calendar. മക്കളെ, മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും തരാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ബോക്സ് പോലെ തന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടാകും, ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാകും. ബാക്കി ഡേറ്റ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ അഥവാ നമ്മളോട് ഫിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോക്കി വെച്ചോളൂ. എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. സോ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്കറിയാലോ അല്ലെ. 26ന്റെ തൊട്ട് മേലെയുള്ള നമ്പർ, തൊട്ട് മേലെയുള്ള ഡേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് മൈനസ് ചെയ്താൽ മതി അല്ലെ. 26 മൈനസ് 7 നമ്മൾ ചെയ്താൽ മതി. 26ൽ നിന്ന് നമ്മൾ 7 കുറയ്ക്കാം. ഇവിടെ 16, ഇവിടെ 1 അല്ലെ. 16ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 9 കിട്ടും, ഇവിടെ 1 കിട്ടും. സോ 19 എന്ന് കിട്ടും. ഇനിയോ 19ൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? നമ്മൾ 7 കുറയ്ക്കണം. 19 മൈനസ് 7 ചെയ്ത് കഴിഞ്ഞാൽ 9 മൈനസ് 7 2 ആണ്, ഇവിടെ 1 ആണ്, 12 കിട്ടും. ഇനി ഈസി അല്ലേ? ഇനി നമുക്കൊക്കെ അറിയാം റൈറ്റ് സൈഡിലേക്ക് അഥവാ ഈ വശത്തേക്കുള്ളതൊക്കെ എന്താണ്? ഈ നടുവിലുള്ള ഡേറ്റിനോട് 1 കൂട്ടിയാൽ മതി അല്ലേ. അതായത് എങ്ങനെയാ പോവാ? 11, 12, 13, 14 ഇങ്ങനെയല്ലേ നമ്മുടെ ഡേറ്റ് പോവാ. അപ്പൊ ഇവിടെ 12 കഴിഞ്ഞാൽ ഇവിടെ 13. അപ്പൊ 12ന്റെ തൊട്ടിപ്പുറത്ത് എന്തായിരിക്കും? 11, 11 ആയിരിക്കും. ഇനി 19 ആണെങ്കിൽ 19ന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 18 വരും. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ഇട്ടിടാം? നമുക്ക് 20 കിട്ടും. ഇവിടെ 26 വന്നിട്ടുണ്ട്. അപ്പൊ തൊട്ടപ്പുറത്ത് 27ഉം അതിന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് 25ഉം കിട്ടും. നമ്മുടെ കലണ്ടർ സെറ്റാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരും മിസ് ചെയ്യേണ്ട അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് ഒരു ദിവസം തരും, അതായത് ഒരു ഡേറ്റ് തരും, അതെന്താണ് ദിവസം എന്നും തരും. ബാക്കി വേറൊരു ഡേറ്റ് കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ചോദ്യവും അതേപോലത്തെ ഒരു ചോദ്യമാണ്. ഒക്ടോബർ 2 തിങ്കളാഴ്ചയാണ്. ഒക്ടോബർ 2 അല്ലെ, 2-ാം തീയതി എന്ന് പറയുന്നത് മൺഡേ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്? ഇന്ദുവിന്റെ ജന്മദിനം 25/10 25/10 ഒക്ടോബർ 25-നാണ് നമ്മുടെ ഇന്ദുക്കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ 25 ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചത്. വിച്ച് ഡേ ഇസ് ഹർ ബർത്ത്ഡേ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഈ ഒരു ടൈം ഒക്കെ പഠിച്ചു പോകുന്ന ചാപ്റ്ററിന്റെ കൂടെ തന്നെ ഈ ഒരു ട്രിക്കും മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. 2നോട് നമ്മൾ 7 ആഡ് ചെയ്യാം. 2 + 7 എത്രയാടാ? നമുക്ക് അടുത്ത മൺഡേ കിട്ടും. 2 + 7 എന്ന് പറയുന്നത് 9 ആണ്. ഇനിയോ 9നോട് നമ്മൾ 7 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അടുത്ത മൺഡേ കിട്ടും. ദാറ്റ് ഈസ് 16 കിട്ടും. 16നോട് നമ്മൾ 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് 7 6 എന്ന് പറയുന്നത് 13 ആണ്. കൂടെ നമുക്ക് 1 നമ്മൾ അപ്പുറത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 23 കിട്ടും. 23 കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? 25 25th ആണ് നമ്മളോട് ചോദിച്ചത്. ഇത് 23 അല്ലേ. 24 25 അതായത് 23 മൺഡേ ആണെങ്കിൽ തൊട്ടടുത്തത് എന്തായിരിക്കൂടാ? ട്യൂസ്ഡേ ആയിരിക്കും. അതിന്റെ അപ്പുറമുള്ളത് വെനസ്ഡേ ആയിരിക്കും. സെറ്റ് അല്ലേ? അതിന്റെ അപ്പുറമുള്ളത് വെനസ്ഡേ ആയിരിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്റെ മക്കള് ഇത് പഠിക്കാതെ ഇത് അറിയാതെ ആരും പോകരുത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസുമായിട്ട് ഇന്ന് കൃത്യം 7 മണിക്ക് മിസ്സും അനുരത്ന മിസ്സും ലൈവ് വരുന്നുണ്ടാവും. അപ്പൊ ഈ ലൈവിലും ജോയിൻ ചെയ്യാൻ നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കേടാ. അപ്പൊ ദാ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രാണ എൻഡ് ഗെയിം ബാച്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബാച്ച് ഇപ്പൊ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണല്ലേ. റിവൈസ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ആനുവൽ എക്സാമിന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റും വളരെയധികം ടഫുമായിരിക്കും. കാരണം ഒന്നാമത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്, എങ്ങനെയാണ് പാറ്റേൺ വരുന്നത്, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക്
ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നമ്മൾ സൈലം നമ്മുടെ ഓൺലൈൻ ട്യൂഷന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മുതൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാതെ എത്രയും വേഗം തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നാണ് മിസ് പറയാനുള്ളത്. അപ്പൊ താഴെ കാണുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ലൈവിലും അതേപോലെ ഈ ഒരു ബാച്ചിലും വെച്ച് കാണാം.